സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിൻ്റെ പീഡന പരാതി പച്ചക്കള്ളമാണോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കർണാടക ഹൈക്കോടതി രഞ്ജിത്തിനെതിരായ പീഡന പരാതി പച്ചക്കള്ളമാണെന്നൊരു പരാമർശം നടത്തിയത്. മാത്രമല്ല, രഞ്ജിത്തിനെതിരായ തുടർ നടപടികൾ, കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേയും നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ഈ കോടതിയുടെ ഈ പരാമർശത്തിനെതിരെ പരാതിക്കാരൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡന പരാതിയും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിനെതിരെയാണ് പരാതിക്കാരൻ രംഗത്തെത്തിയിരിക്കുന്നത്. കർണാടക പോലീസ് തെളിവെടുപ്പ് നടത്തിയ ഹോട്ടലല്ല കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കർണാടക പോലീസിനെ രഞ്ജിത്ത് സ്വാധീനിച്ചിട്ടുണ്ടാകാം. കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ വ്യക്തമാക്കുന്നു. താജ് ഹോട്ടൽ അത് 2016 ഉദ്ഘാടനം കഴിഞ്ഞത്. അത് എയർപോർട്ടിന് അടുത്തുള്ള. പക്ഷെ ആ ഹോട്ടലിലല്ല ഞങ്ങൾ പോയതും. എന്നെ സംവിധായകൻ രഞ്ജിത്ത് എന്നെ കൊണ്ടുപോയത് അത് ഹോട്ടലിലല്ല. എന്നെ ഇവർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കൊണ്ടുപോയ ഹോട്ടലും ഇവരിപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്ന ഹോട്ടലും രണ്ടാണ്. രഞ്ജിത്ത് എൻട്രൻസ് വഴിയല്ല ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഞാൻ കയറിയത് പുറത്തുള്ള അഥവാ ബാക്കിലൂടെയുള്ള സ്റ്റെയർ കേസാണ്. ആ വഴി പോലും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. അത് ബാംഗ്ലൂർ പോലീസ് അത് ഫോട്ടോ വരെ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സ് എല്ലാം എടുത്ത് ഈ ഹോട്ടലാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞ് എന്നോട് ഫൈനലി എസ് ഐ പറഞ്ഞത് നമ്മൾക്ക് ഓൾറെഡി സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ രഞ്ജിത്തിനെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. പുറത്ത് വന്നത് എയർപോർട്ടിനടുത്തുള്ള താജാണ്. അവിടെ നമ്മൾ പോയിട്ട് പോലുമില്ല. എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം. അതായത് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡന പരാതി അത് പച്ചക്കള്ളമെന്ന പരാമർശം കോടതി നടത്തുകയുമുണ്ടായ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇതിനെതിരെ ഈ പരാതിക്കാരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പോലീസ് രഞ്ജിത്തിന് വേണ്ടി ഈ കേസിൽ ഒത്തുകളി നടത്തി എന്നാണോ പരാതിക്കാരൻ്റെ ആരോപണം? ടോം, അങ്ങേയറ്റം ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് ഈ കർണാടക ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. താൽക്കാലികമായി ഈ നിയമ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വ്യക്തമായ ചില നിരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഈ കേസിനെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഒന്ന്, 2012 ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ താജ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ രഞ്ജിത്ത് സംവിധായകൻ ഈ യുവാവിനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നതായിരുന്നു പരാതി. എന്നാൽ വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് 2016 ആണ് എന്നും ഇക്കാര്യം എല്ലാവർക്കും ലഭ്യമായ വിവരമാണ് എന്നുമാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ താജ് ഹോട്ടലിൽ നടന്നതായി പറയപ്പെടുന്ന ആ സംഭവവാസങ്ങൾ പച്ചക്കള്ളമാണ്. മാത്രമല്ല, 2012 നടന്ന സംഭവത്തിന് 2024 മാത്രമാണ് പരാതി നൽകിയത്. എന്തുകൊണ്ട് ഇത്രയും കാലതാമസം ഈ പരാതി നൽകുന്നതിൽ ഉണ്ടായി എന്ന ചോദ്യത്തിന് പരാതിക്കാരന് കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്നുമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കെട്ടിച്ചമച്ച ഒരു പരാതിയാണ് ഇതെന്ന് വിശ്വസിക്കുന്നതായി കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് കോടതിയിൽ ഈ ഹർജി തള്ളണമെന്ന ആവശ്യമാണ്, അല്ലെങ്കിൽ തനിക്കെതിരായ കേസിൽ വിടുതൽ നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഈ കേസിലെ അന്തിമ തീർപ്പ് വരുന്നത് വരെ ഈ കേസിലെ തുടർ നടപടികൾ ഈ കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ 2025 ജനുവരി 17 ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കോടതിയുടെ നിരീക്ഷണങ്ങളോട് ആണ് പരാതിക്കാരൻ ഇന്ന് പ്രതികരിച്ചത്. കർണാടക പോലീസ് തെളിവെടുപ്പ് നടത്തിയ ഹോട്ടലല്ല കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വിമാനത്താവളത്തിന് അടുത്തുള്ള ഹോട്ടലിലല്ല തന്നെയുമായി കർണാടക പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. മറ്റൊരു ഹോട്ടലാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പച്ചക്കള്ളമാണ് താൻ പറഞ്ഞത് എന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ വിമാനത്താവളത്തിനടുത്തുള്ള താജിലേക്കല്ല, താജ് ഗേറ്റ്വേ എന്ന ഹോട്ടലിലേക്കാണ് തന്നെയും കൂട്ടി രഞ്ജിത്ത് പോയത്. അതിൽ പിൻവശത്തുള്ള ഇടനാഴിയിൽ കൂടെ, സ്റ്റെയർ കേസിൽ കൂടെയാണ് അകത്തേക്ക് കയറി പോയത് എന്ന് താൻ നേരത്തെ മൊഴി നൽകിയിരുന്നു, മാധ്യമങ്ങളോടടക്കം പറഞ്ഞിരുന്നു. ഇക്കാര്യമാണ് കർണാടക പോലീസിനും നൽകിയത്. ഇതനുസരിച്ചുള്ള തെളിവെടുപ്പ് കർണാടക പോലീസുമായി അവിടെ നടത്തുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ ഈ താൻ ചൂണ്ടിക്കാണിച്ച അതേ ഹോട്ടലിൽ പോയി താൻ കാണിച്ച പാതയിലൂടെയൊക്കെ പോയി തെളിവെടുപ്പ് നടത്തിയിട്ടും കോടതിയിൽ എത്തിയപ്പോൾ മറ്റൊരു ഹോട്ടലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് കർണാടക പോലീസ് നൽകിയതെന്നും ഇദ്ദേഹം പറയുന്നു. അതുകൊണ്ട് കർണാടക പോലീസിനെ രഞ്ജിത്ത് സ്വാധീനിച്ചിരിക്കാം എന്ന സംശയമാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി കോടതിയെ തന്നെ സമീപിക്കുമെന്നും പറയുന്നു. പ്രോസിക്യൂഷൻ ഇക്കാര്യവുമായി
ബന്ധപ്പെട്ട് തന്നോട് യാതൊരു വിധത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല. താൻ 3 ദിവസമാണ് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾക്കായി കർണാടകത്തിൽ പോയി ബംഗളൂരു സിറ്റിയിൽ പോയി താമസിക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴൊന്നും പ്രോസിക്യൂഷൻ തന്നെയുമായി യാതൊരു ആശയവിനിമയം നടത്തിയില്ല. കോടതിയിൽ ഇത്തരം തെറ്റായ ഒരു ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞ് തനിക്ക് വിമർശനങ്ങൾ വാങ്ങേണ്ടി വന്നപ്പോഴും ഇക്കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ സത്യാവസ്ഥ ബോധിപ്പിക്കാനായി താൻ പ്രോസിക്യൂഷനെ ബന്ധപ്പെട്ടെങ്കിലും അവരിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവർ തൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് പോലും തയ്യാറായില്ല. ഇപ്പോൾ തൻ്റെ കോൾ പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും ഇദ്ദേഹം കുറ്റപ്പെടുന്നു. എന്തായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉടൻ തന്നെ കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായുമ്പോൾ കോടതി നടപടികൾ തുടർച്ചയായി ബന്ധപ്പെടുമ്പോൾ ചില പൊരുത്തക്കേടുകൾ ഈ പരാതിക്കാരൻ്റെ മൊഴിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ ഹോട്ടലിലേക്ക് പോയ രീതി, ഹോട്ടൽ എത്തിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ, അതിനു മുമ്പായി രഞ്ജിത്ത് തനിക്ക് പണം നൽകി എന്ന് പറയുന്നു, മറ്റൊരു സുഹൃത്തിന് ഇത്തരം ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതേത് മുഖേനയാണ്? അന്ന് വാട്സാപ്പ് സജീവമല്ല എന്ന് പരാതിക്കാരൻ തന്നെ പറയുന്നു. അപ്പോൾ ഏത് വിധേനയാണ് ചിത്രങ്ങൾ അയച്ചു കൊടുത്തത് എന്നതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഇയാൾക്ക് കഴിയുന്നില്ല. ഒപ്പം ഇത്തരം സങ്കേതങ്ങൾ, ഈ ദൃശ്യങ്ങൾ അയക്കുന്നതിനും മറ്റും ഉള്ള സങ്കേതങ്ങളുള്ള ഫോണാണോ, ഏത് ഫോണാണ് ഉപയോഗിച്ചിരുന്നത് എന്നടക്കമുള്ള പല കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് കേസ് അങ്ങേയറ്റം ദുർബലമായ അവസ്ഥയിൽ തന്നെയാണ്. അതായത് ഈ പോലീസിന്റെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തിരിമറി നടത്തിയെന്നല്ലേ പരാതിക്കാരൻ പറയുന്നത്. ഈ എഫ്ഐആറിൽ നേരത്തെ രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ആ എഫ്ഐആറിൽ ഈ ഹോട്ടലിനെ കുറിച്ച് പരാമർശമുണ്ടോ? അവിടെയും ഈ താജ് ഹോട്ടലിനെ കുറിച്ചാണ് പറയുന്നത്. ഈ എഫ്ഐആറിലും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പരസ്പര വിരുദ്ധമായിട്ടാണോ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിമാനത്താവളത്തിനടുത്തുള്ള ഹോട്ടൽ എന്ന് തന്നെയാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത് മറ്റൊരു ഹോട്ടലാണ് താൻ പറഞ്ഞിരുന്നത്. അവിടെ പോയി തെളിവെടുപ്പ് നടത്തി. പക്ഷേ തെളിവെടുപ്പ് നടത്തി തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൻ്റെ കാര്യമല്ല കോടതിയിൽ പറഞ്ഞതെന്നാണ്. പക്ഷേ ഈ നേരത്തെ ആദ്യം ഈ മാധ്യമങ്ങളോടൊപ്പം സംസാരിച്ചപ്പോഴും ബംഗളൂരുവിലെ താജ് ഹോട്ടലിൽ എത്തിച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. പക്ഷേ ഇപ്പോൾ കർണാടക പോലീസിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നില്ലെങ്കിലും കേരള പോലീസ് ആദ്യം ഈ കേസ് അന്വേഷിച്ചപ്പോൾ തന്നെ പ്രാഥമികമായി ഈ യുവാവ് നൽകുന്ന മൊഴിയിൽ പല പൊരുത്തക്കേടുകളുമുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. സമയപരിധി, അതായത് 2012 നടക്കുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ട സമയപരിധികൾ പലതും മാറ്റമുണ്ട്. അതായത് രഞ്ജിത്ത് നാട്ടിലുണ്ടായിരുന്ന സമയവും ബംഗളൂരുവിലുണ്ടായ സമയവും ഇയാൾ നാട്ടിലുണ്ടായിരുന്ന സമയവും അങ്ങനെ ഒരുപാട് പൊരുത്തക്കേടുകൾ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമായി. ഒപ്പം ദൃശ്യങ്ങളെടുത്ത് തൻ്റെ കാമുകിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. ആ കാമുകിക്ക് ഏത് വിധേനയാണ് അയച്ചു കൊടുത്തു എന്നതിന് ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. ഏത് ഫോണാണ് കാലത്ത് ഉപയോഗിച്ചത് എന്നതിന് കൃത്യമായ ഉത്തരവില്ല. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ കേരള പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ കേസ് അന്വേഷിച്ചപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇത് ബംഗളൂരുവിലെ പരിധിയിലായതുകൊണ്ട് കർണാടക പോലീസിന് കേസ് കൈമാറുകയും കർണാടക പോലീസ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത്. എന്തായാലും പോലീസിൻ്റെ നിലവിലെ കണ്ടെത്തലും ഈ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം തന്നെയാണ്. കൃത്യമായി പരാതിക്കാരന് ഈ ഹോട്ടൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ പരാമർശങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതിനെതിരെ കോടതിയെ സമീപിക്കും. തന്റെ നിജസ്ഥിതി താൻ കോടതിയെ അറിയിക്കും. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ എഫ്ഐആറിലും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പരാതിക്കാരൻ്റെ ആരോപണങ്ങളിൽ വസ്തുത ഉണ്ടാകാം. പോലീസ് ഏതെങ്കിലും രീതിയിൽ കർണാടക പോലീസ് രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? അതും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്.